ഞാൻ ദേ അവിടുന്ന് കുത്തബ്മിനാർ കണ്ട് ഇവിടം വരെത്തി. എനിക്കൊന്ന് ഈ കോട്ടയുടെ ഇവിടുന്ന് ഒരു വളവുണ്ട്, ഇതൊരു അറ്റം വരെയാണ് ഇതിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു വളവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കോട്ട എനിക്കൊന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ അതെ ആ ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് വഴി കാണാം. എന്തായാലും ഞാൻ അവിടെ വരെ പോകണില്ലഞ്ഞു, കാരണം ഞാൻ കുറച്ചായിരുന്നു ഇവിടെ ഇരുന്നിട്ടൊന്ന് ആസ്വദിക്കാൻ പോകുന്നു ഈ സ്ഥലം. ആൻഡ് റിമെമ്പർ ആൻഡ് ഇമാജിൻ വാട്ട് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ഓവർ ഹിയർ. അത് കണ്ട കോട്ടയുടെ ഒരേ മതിലുകൾ നമ്മൾക്ക് ഇവിടുന്ന് കാണാം. ബാക്കി നമ്മൾ ആക്ച്വലി നിൽക്കുന്നത് കോട്ടയുടെ മുകളിലാണ്. ഫുള്ള് കോട്ട ഇത് സബ്മേർജ് ആയിരിക്കണേ. അത്രയും കൊല്ലങ്ങളായില്ലേ, ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മക്കളെ. അപ്പം എല്ലാതും ഇതിൻ്റെ അടിയിലാണ്. എത്ര മനുഷ്യന്മാരിവിടെ ജീവിച്ചതാണ്, രാജാക്കന്മാരും പല ഡിഫറെൻറ്റ് രാജാക്കന്മാർ ഇവിടെ ജീവിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നടക്കണതെന്ന് പറഞ്ഞാൽ ആ അവശിഷ്ടങ്ങളുടെ മുകളിലാണ്. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ അടിയിൽ എത്ര ആഘോഷങ്ങളുണ്ടാവും, എത്ര പ്രശ്നങ്ങളുണ്ടാവും, തല്ലുപിടികളുണ്ടാവും, യുദ്ധങ്ങളുണ്ടായിട്ടുണ്ടാവും. ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നല്ല അടിപൊളി കാറ്റ്. ഈ ക്ലൈമറ്റ് വീട്ടിൽ പോണവരെ ഇങ്ങനെ ആയാൽ മതിയായിരുന്നു. ഈ വെയിൽ വരുമ്പോഴാണ് ഞാൻ ആകെ കറുത്തു പോയി. ഓൾറെഡി ഞാൻ കറുത്താണ്, പക്ഷെ അതിൻ്റെ മുകളിൽ കൂടി ഈ വെയിലിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിപ്പോയി. ഇത് കണ്ട കോട്ടയുടെ ഒരു ഭാഗമാണ്. എനിക്കൊന്ന് ഇവിടെയൊക്കെ നിന്നിട്ടായിരിക്കും ആൾക്കാർ നോക്കിയിരുന്നത് യുദ്ധസമയത്തെ. തൊട്ട് മുമ്പിൽ തന്നെ കുത്തബ്മിനാർ. അപ്പോൾ ഇത് ബേസിക്കലി വന്നത് കുത്തബുദ്ദീൻ ഐബക്ക് വന്നു കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഡൽഹിയുടെ ഒരു പേരിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ അയാളുടെ പേരിൻ്റെ ഓർമ്മയ്ക്കും. കണ്ടില്ല കോട്ടകളുടെ അവസാനം. ഇവിടുന്ന് കുത്തബ്മിനാർ ശരിക്കും കാണാം. എന്ത് രസമല്ലേ. നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് ഞാൻ അങ്ങോട്ടേക്കായിരിക്കും. ഇഞ്ഞു അത്രയും ദൂരം അങ്ങോട്ടേക്ക് നടക്കണം ആലോചിക്കുമ്പോഴാണ്. ഇന്ന് ഓൾമോസ്റ്റ് ഒരു 5-10 കിലോമീറ്റർ ഞാൻ നടന്നു. എൻ്റെ മക്കളെ നല്ല വിശപ്പുണ്ട്. ഇപ്പം രാവിലെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഇന്നലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അയ്യോ വഴി വഴിയാണ് ഉണ്ടാവാ. ഇങ്ങനത്തെ വഴിയിൽ കൂടെ ഒക്കെയാണ് നടന്ന് ഇവിടം വരെ എത്തിയത്. കുത്തബ്മിനാർ കാണാൻ, കോട്ട കാണാൻ, വട്ട് തന്നെ. എൻ്റെ അമ്മ, ഈ 51 വയസ്സിൽ വേണം ഓനെ ഇതൊക്കെ. അല്ല ഞാൻ എവിടെ നിന്നാണ് വന്നപ്പോൾ? ഇവിടുന്ന്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളാരെങ്കിലും ഇങ്ങോട്ടേക്ക് വരണമെന്ന് വെച്ചാൽ വെൽ പ്രിപ്പയർഡായിട്ട് വന്നോ. വെള്ളം വളരെ അത്യാവശ്യമാണ്, വെള്ളം കൊണ്ടുവരണം. പിന്നെ ഫുൾ ജീൻസോ നല്ല കട്ടിയുള്ള ജീൻസൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി. കാരണം ഈ ഭാഗത്ത് ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8-9 ഡിഫറെൻറ്റ് ടൈപ്പ് പോയ്സണസ് സ്നേക്സ് ഉള്ളതാണ്. അതവിടെ അവർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ നടന്നു പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, കടിക്കാനോ കുത്താൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ബി കെയർഫുൾ. That's all I have to tell you. So it's a beautiful place. So if you are planning to come to Delhi, visit Delhi, or you are in Delhi already and you didn't see this place, please do come with family. ഒറ്റയ്ക്ക് വരരുത്. ബിക്കോസ് കാണാണ്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വല്ല സെക്യൂരിറ്റി അങ്ങനെ ഇടയ്ക്കങ്ങനെ ഇങ്ങനെ കറങ്ങണ വെച്ചാൽ മാത്രം പണ്ടാറും പേടിച്ചു പോയി. ഫോണിൽ നിന്ന് ഇത് വീണതാ. സെക്യൂരിറ്റി അങ്ങനെ കറങ്ങാൻ മാത്രമേ നമുക്ക് പിന്നെ ഹെൽപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബി കെയർഫുൾ. ഡോണ്ട് കം അലോൺ. കം വിത്ത് സമ്മൺ ആൻഡ് ലെറ്റ് സമ്മൺ നോ ദാറ്റ് യു ഹാവ് ഗോൺ ടു ദിസ് പ്ലേസ്. അപ്പോൾ പ്രയറായിട്ട് ആരെങ്കിലോടും പറഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ ഷൂ ഇടാൻ മറക്കണ്ട. ഷൂ ഇട്ടിട്ട് വരാം. ചെരുപ്പ്, സാൻഡിൽ, ഇങ്ങനത്തെ സംഭവങ്ങളായിട്ട് വരരുത്. കംഫർട്ടബിളായിട്ടുള്ള ഷൂ ഇട്ടിട്ട് വരാം. ഞാൻ എൻ്റെ സ്കെച്ചസ് ഇട്ടിരിക്കുന്നത് വളരെ കംഫർട്ടബിളാണ്. എനിക്കതുകൊണ്ട് കാല് വേദന എടുക്കുന്നില്ല. പിന്നെ ഒരു ബാത്ത് ടവൽ കയ്യിൽ കരുതിക്കോ.
ഇഫ് യു ആർ കമ്മിങ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ക്ലൈമറ്റ്. ഇപ്പോൾ പിന്നെയും കുറച്ച് മൺസൂണാണ്, പക്ഷെ എന്നിട്ടും എൻ്റെ കോലം കണ്ടില്ലേ, അത്രയും ഞാൻ വെള്ളം കുടിച്ചു. അതുമാതിരി തന്നെ എൻ്റെ വേർപ്പും അതുമാതിരി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബാട്ടവലും കൂടിയും കരുതിക്കോ. പഴം ഇതൊക്കെ എടുത്തോ. ചിപ്സൊന്നും എടുക്കണ്ട, കാരണം അത് പിന്നെ നമുക്ക് ദാഹം കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ വല്ല ഫ്രൂട്ട്സ്, പഴമോ ആപ്പിളോ ഇങ്ങനത്തെ കാരണം സംഭവങ്ങൾ, ഇങ്ങനത്തെ ലോങ് ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്രൂട്ട്സ് എടുക്കണം നല്ലത്. എനിക്ക് ഇനിയും ഒരു 4 കിലോമീറ്റർ നടക്കാണ്ട് ഇവിടുന്ന്. ഗേറ്റ് നമ്പർ 3 ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. 4 കിലോമീറ്റർ പോയി. നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ കണ്ടു, നമ്മൾ കണ്ട സംഭവങ്ങളൊക്കെ കണ്ടു. പക്ഷേ തിരിച്ചു പോകുമ്പോഴുണ്ട്, നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴുണ്ടല്ലോ ഇതാ പ്രശ്നം. പക്ഷേ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാമറയും പിടിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ച് മിണ്ടിയും പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സമയം പോകണമെന്ന് അറിയില്ല. ആൾക്കാർക്ക് തോന്നും എനിക്ക് വട്ടാന്ന്, ചെറുതായിട്ട് കണക്കാക്കി എനിക്ക് വട്ടുണ്ടെന്ന് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നടക്കുന്നത് നമ്മളെ ഇന്ദ്രപ്രസ്ഥത്തിലാണ്. ഡൽഹി എന്ന ഇന്ദ്രപ്രസ്ഥം. ആ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ചാമ് ഇതുവരെ ഡൽഹി വിട്ടിട്ടില്ല. കണ്ടില്ലേ, ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങാണ്ട് കൽക്കത്ത അങ്ങാണ്ട് ക്യാപിറ്റലാക്കിയിട്ട് മാറ്റിയിരുന്നു. പക്ഷെ തിരിച്ച് ഡൽഹി അത് പിടിച്ചെടുത്തു. ദാറ്റ്സ് വൈ ഡൽഹി ആസ് എ ക്യാപിറ്റൽ I'm in love with this city. Okay guys, so I got this water bottle right now, which is of course plastic, and just telling you guys, I don't intend to throw this. I'm still carrying it with me. If I wanted, I could have thrown it here somewhere, but I don't intend to do that. So I'm going to keep it with me till I find a dustbin, or else I'll take it home and throw it in my dustbin. So please keep the environment clean and neat, and do not, spoil your own country. Just a message. മഴ പെയ്യാറായിരുന്നു ഒന്ന്. ഇടയ്ക്ക് വെച്ച് മഴ പെയ്തു. എന്തോ ഭാഗ്യം കാരണം ആ സെക്യൂരിറ്റി ഗാർഡിനെ കിട്ടി. ആളുടെ ഇതുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിൽ പോണ സമയത്ത് അങ്ങനെ നനഞ്ഞാൽ പ്രശ്നമായി. ഇവിടെ ഇങ്ങനത്തെ ഇഷ്ടം പോലെ ഈ ചെറിയ ചെറിയ നാലകളുണ്ട്, വെള്ളം വരുന്നതും പോണതും. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് അറിഞ്ഞൂടാ. പക്ഷേ ഇത് നല്ല വെള്ളം കേട്ടോ, എന്ന് വെച്ചാൽ അത്രയും കച്ചറയല്ല. ഇത് കണ്ട അവിടെ വാട്ടർഫോള്, നാലിയല്ല, അത് വാട്ടർഫോൾ തന്നെയാണ്. ഇത് കണ്ട ഇടയ്ക്ക് പോണ്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ, ലേക്ക് തന്നെയാണ്, ചെറിയ ലേക്സ്. ഇവന്മാർ പിന്നെ എവിടെയുണ്ട്? എന്തടാ വാടാപ്പൺ, എന്ത് പറ്റി? വിശക്കണാ? എൻ്റെ ഒന്നുമില്ലടാ, ഒന്നുമില്ല മോനെ. കുച്ച് നീ മേരെ പാസ്. എനിക്ക് പാവം തോന്നി പിന്നാലെ വരവൻ. ഇല്ലടാ, കുച്ച് നീ മേരെ പാസ്. പാവം, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവും കിട്ടുന്ന വിചാരിച്ചിട്ട് പിന്നാലെ നടക്കാം. എന്താല്ലേ, മൃഗങ്ങൾക്ക് മനുഷ്യന്മാരിലും കൂടുതൽ സ്നേഹമുണ്ട്. നമ്മുടെ ഗേറ്റെത്തി. ഫൈനലി മോനെ. ആ ചങ്ങാട് കൂട്ടുകാരെ അവിടെ പുറത്തുണ്ട്. കൂട്ടുകാരല്ല കേട്ടാ, ഇത് ഇവൻ്റെ ഏരിയ, അത് അവൻ്റെ ഏരിയ. അവനിങ്ങോട്ട് വരില്ല. അപ്പോൾ ഇതാണ് സഞ്ജയ് വൺ റൂൾസ്. വൺ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. കീപ് ദ ഫോറസ്റ്റ് ക്ലീൻ ആൻഡ് ഹെൽപ്പ് us in looking after flora and fauna. അയ്യോ, മഴ പെയ്തു തുടങ്ങി. എന്ത് ചെയ്യും? ടിക്കറ്റിന് ഇട്ടിട്ടാ ഇവിടെ. എത്ര? 50 റുപ്യ. ഇതെവിടെ കൊടുക്കണ്ടേ? ആളെ കാണാനില്ലല്ലോ. 1 മണിക്കൂറിന് 10 റുപ്യ.